നരഭോജിക്കടവയുടെ സാന്നിധ്യമുള്ള പഞ്ചാരക്കൊല്ലിയിൽ 48 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ചു. പഞ്ചാരക്കൊല്ലി, മേലേച്ചിറക്കര, പിലാക്കാവ്, 3 റോഡ് ഭാഗം, മണിയംകുന്ന് ഭാഗം എന്നിവിടങ്ങളിലാണ് കർഫ്യൂ. നാളെ രാവിലെ 6 മണി മുതലാണ് കർഫ്യൂ ആരംഭിക്കുക. കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് സഞ്ചാരവിലക്കും പ്രഖ്യാപിച്ചു. ടി അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ്, 48 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഏതൊക്കെ ഇടങ്ങളിലാണ് ഇത്തരത്തിൽ കർഫ്യൂ ഉണ്ടാവുക? പക്ഷേ നാളെ പരീക്ഷയുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഈ വിദ്യാർത്ഥികളടക്കം ആരോടും പുറത്തിറങ്ങരുത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കർഫ്യൂ കർശനമായി പാലിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. കടകൾ തുറക്കരുത് എന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ തന്നെ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ നിലവിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറെ കൂടി കർശനമായി കർഫ്യൂ ബാധകമായിരിക്കും എന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു ആറാത്തി സേനാംഗത്തിന് നേരെ കടുവയുടെ ആക്രമണം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരം നടപടികൾ കുറെ കൂടി കടുപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുറത്തിറങ്ങരുത്, ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. കടകമ്പോളങ്ങൾ അടച്ചിടണം എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പരീക്ഷയുള്ള വിദ്യാർത്ഥികൾക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തും. ആ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ മാത്രമായിരിക്കും അവർക്ക് പോകാനാവുക. അതല്ലാതെ പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഏതായാലും കടുത്ത ഭീതി പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കർഫ്യൂ കുറെ കൂടി കർശനമായി നടപ്പാക്കാൻ പോകുന്നത്. ഈ വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നത് കൗൺസിലർമാരുടെ ചുമതലയാക്കി നൽകിയിട്ടുണ്ട്. അങ്ങനെ വാഹന സൗകര്യം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ കൗൺസിലർമാരെ ബന്ധപ്പെടണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ രാവിലെ 6 മണി മുതൽ 48 മണിക്കൂർ, അതായത് 2 ദിവസത്തോളം ഈ കർഫ്യൂ ഉണ്ടായിരിക്കും എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കടുവയുടെ ആക്രമണം നടന്നിട്ടുള്ള പഞ്ചാരക്കൊല്ലി, മേലെ ചിറക്കര, അതുപോലെ പിലാക്കാവിലെ 3 റോഡ് ഭാഗം, മണിയംകുന്ന് ഭാഗം, ഈ പ്രദേശങ്ങളിലെല്ലാം ഈ കർഫ്യൂ കർശനമായി തന്നെ പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ കടുവ ഇപ്പോഴും കാണാമറയത്തുണ്ട്. ഇവിടെ പല സന്ദർഭങ്ങളിലായി ഇതിനെ ആളുകൾ കാണുകയും ചെയ്തു. ഇന്ന് രാവിലെ ഒരു തിരച്ചിൽ സേനാംഗത്തിന് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഇത് ഭീതിതമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കടുവ ഭീഷണി അവസാനിപ്പിക്കുന്നത് വരെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. വനംവകുപ്പ് എത്രയും വേഗം അതിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടി ഈ ഭീഷണി അവസാനിപ്പിക്കുക എന്നത് ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുവരെ ജനങ്ങളുടെ ഈ സുഗമമായ യാത്രക്ക് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമായിരിക്കുന്നു അവരുടെ സുരക്ഷയ്ക്ക് എന്നതുകൊണ്ടാണ് ഇത്തരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരാളുടെ ജീവനെടുക്കുകയും വേറൊരാളെ ആക്രമിക്കുകയും ചെയ്ത കടുവ ഇപ്പോഴും ഭീതിയായി പ്രദേശത്ത് തുടരുകയാണ്. ടി അലി വിവരങ്ങൾ നൽകിയത്.